ഹൈവേയുടെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ വിവാദവും നടക്കുന്നു. കാരണം സർക്കാർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അതിന്റെ ഉദ്ഘാടനത്തിന്റെ സമയമായിട്ടില്ലല്ലോ. ആ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരിൽ ഒരാളാണ്. പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങളാണ്, പണി തീർന്നിട്ടില്ല. നിരവധി സ്ഥലങ്ങളിലെ കെട്ടിട നിർമ്മിതികൾ തകർന്നു വീണു. പല സ്ഥലങ്ങളിലെയും നിർമ്മിതികളെക്കുറിച്ച് ആളുകൾക്ക് ആക്ഷേപമുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ടായി. എത്ര ശതമാനം ജോലി തീർന്നു? ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയാണ്. എത്ര ശതമാനം ജോലി തീർന്നു? ജോലി തീരാതെ ഉദ്ഘാടനം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെങ്കിൽ അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയല്ലേ, കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് എല്ലാവരും എലക്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ പോരെ. അപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പാലം പണി തുടങ്ങിക്കഴിഞ്ഞാൽ പാലത്തിന്റെ 4 പില്ലർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യോ? ഒരു റോഡ് പണി, ഒരു 5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡിന്റെ പണി കഴിയുമ്പോൾ ഓരോ കിലോമീറ്ററും പോയി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരു പണി ഉണ്ടാവില്ലല്ലോ വേറെ. 1 കിലോമീറ്റർ റോഡ് വെച്ചാൽ 100 മീറ്ററിന്റെ റോഡിന്റെ പണി കഴിയുമ്പോഴേക്കും അവിടെ പോയി ഉദ്ഘാടനം, അടുത്ത 100 മീറ്ററിന് വേറെ ഉദ്ഘാടനം. ഇത് എന്താണ്? ആളുകളുടെ മുന്നിൽ ദയവ് ചെയ്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. മുഖ്യമന്ത്രി 3 ഉദ്ഘാടനമാണ് മറ്റേത് നടത്തിയത്. തുരങ്കപാത, ഒന്ന് സർവേ ഉദ്ഘാടനം, ഒന്ന് നിർമ്മാണ ഉദ്ഘാടനം, അത് കുഴപ്പമില്ല. രണ്ടാമത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യണത്. നിങ്ങളെല്ലാം നോക്കിക്കോ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്താവന പിൻവലിക്കാം. ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് തീരാത്തൊരു പാതയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഉള്ള തർക്കമാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല ഈ തർക്കത്തിൽ. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കേണ്ടതാണ്. അത് വിളിക്കാതിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല, അത് ഔദ്യോഗിക പരിപാടിയാണ്, നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവ് ചെയ്യുന്നതാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന ആ പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഉദ്ഘാടനം എന്തിനാണെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. ഉദ്ഘാടനം ചെയ്യാൻ സമയമായോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെട്രോ റെയില് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്, ഓൾമോസ്റ്റ്. പക്ഷെ കുറെ കൂടി ബാക്കിയുണ്ടായിരുന്നു വർക്ക്. ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. വന്നിട്ട് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പോലും വിളിക്കാതെ ഉദ്ഘാടനം ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഈ ഹൈവേ എത്ര ശതമാനം കേരളത്തിൽ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇത് ചെയ്യാൻ. അല്ലാതെ ഓരോ സ്ട്രെച്ച് ഉദ്ഘാടനം ചെയ്യോ? അങ്ങനെയാണോ ചെയ്യുന്നത്? നാഷണൽ ഹൈവേ അത് ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള വെറും പ്രചരണങ്ങളാണ്. സമാന്തരമായി തന്നെ LDFന്റെ MLA-മാർ ഉദ്ഘാടനത്തിൽ, മന്ത്രി വേറെ ഉദ്ഘാടനത്തിൽ, അത്തരത്തിലൊരു രാഷ്ട്രീയ അതൊക്കെ വെറുതെ ഈ BJPയും CPM-ഉം തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ഉദ്ഘാടനം ചെയ്യാറായിട്ടില്ല. ഉദ്ഘാടനം ചെയ്യണത് പണി പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലാതെ അല്ല ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യാൻ നടന്നാണല്ലോ. ഞാൻ യാത്ര ചെയ്യുന്നതല്ലേ ഹൈവേ കൂടി, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ, വളരെ കുറച്ച് സ്ഥലത്ത്. ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പണി പൂർത്തിയാകാനുണ്ട്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെ ഉദ്ഘാടനം നടത്തണത്? ഇതെന്ത് പരിപാടിയത്? ഒരു കെട്ടിടം നിർമ്മിച്ച തറ കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുക, തറ കെട്ടിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ ഇത് വാർത്ത് കഴിഞ്ഞാൽ ഭിത്തി പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ വാർക്കതലിന് വേറെ ഉദ്ഘാടനം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആളുകളെ കളിയാക്കുകയാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പരിഹാസ കഥാപാത്രങ്ങളാകുന്നത്?